നാവികസേനയ്ക്കായി ഫ്രാൻസിൽ നിന്ന് 63,000 കോടി രൂപയുടെ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനമായി. 26 റഫേലിയം യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകിയത്. കേന്ദ്ര സർക്കാർ നേരിട്ട് ഫ്രാൻസുമായി കരാറിലേർപ്പെടും. കരാർ പ്രകാരം ഇന്ത്യൻ നാവികസേനയ്ക്ക് 22 സിംഗിൾ സീറ്റ് വിമാനങ്ങളും 4 ഡബിൾ സീറ്റ് വിമാനങ്ങളും ലഭിക്കും. വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ആയുധങ്ങൾ, സിമുലേറ്ററുകൾ, വൈമാനികർക്കുള്ള പരിശീലനം, 5 വർഷത്തെ ലോജിസ്റ്റിക് പിന്തുണ എന്നിവയും കരാറിന്റെ ഭാഗമാണ്. 2016 സെപ്റ്റംബറിൽ ഒപ്പുവെച്ച 59,000 കോടി രൂപയുടെ കരാറിന്റെ ഭാഗമായി വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയ 36 റഫേലുകളുടെ നവീകരണവും കരാറിലുണ്ട്. ഇന്ത്യൻ നിർമ്മിത വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിലാണ് ആദ്യഘട്ടത്തിൽ വിമാനങ്ങൾ വിന്യസിക്കുക. 2029 അവസാനത്തോടെ നാവികസേനയ്ക്ക് ആദ്യ ബാച്ച് യുദ്ധവിമാനങ്ങൾ ലഭിച്ചേക്കും. 2031 എല്ലാ വിമാനങ്ങളും ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. വിമാനങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് INS വിക്രാന്തിനൊപ്പം INS വിക്രമാദിത്യയിലും ഉൾപ്പെടുത്തിയേക്കും. പറക്കുന്നതിനിടയിൽ പരസ്പരം ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുന്നവയാണ് പുതിയ റഫേൽ മറൈൻ ജെറ്റുകൾ. അതോടൊപ്പം കാലഹരണപ്പെടുന്ന MiG-29K യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തനം ക്രമേണ നിർത്തലാക്കും. വ്യോമസേനയുടെ കാലഹരണപ്പെട്ട യുദ്ധവിമാനങ്ങളെക്കുറിച്ച് എയർ ചീഫ് മാർഷൽ AP സിംഗ് നേരത്തെ വിമർശനമുന്നയിച്ചിരുന്നു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.